ഇതപ്പോൾ 2 ദിവസമായിട്ട് സ്കൂളൊക്കെ തുറന്നെങ്കിൽ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഇട്ടിട്ട് തുടങ്ങി ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാവുന്നതാണ് ഗൈസ്, ബാക്ക് റൂംസ് ഡിസെൻറ്റ്. ഗൈസ് എല്ലാം കുറേ കൂട്ടുകാർ പറഞ്ഞു ഇന്ന് ബാക്ക് റൂംസ് കളിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ബാക്ക് റൂംസ് ആണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. ഷെഡിൽ നിന്ന് ഇപ്പോൾ എഴുന്നേറ്റതാണ്. ഓക്കെ, ഇവിടെ ഒരു കൊച്ചിടന്ന് കരയണുണ്ട്. ഇവിടെ കുറച്ച് അലാറമൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കൊച്ചിന് അച്ഛൻ അങ്ങനെ ആരോ ആണ്. കൊച്ചിടന്ന് കരയാണ്, എന്തുകൊണ്ട് കുഴപ്പം? കിച്ചണിൽ നിന്ന് പറഞ്ഞ് ഫുഡ് എടുക്കാനാണ് കൊച്ചിൻ്റെ കാര്യമല്ലേ. ഇവിടെ TV ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒന്നുമില്ല. ഈ ലൈറ്റ് ഓൺ ആവത്തില്ല. എന്ത് വീടാണ് കേസ്? നമുക്ക് പോവാം കേസ്. നോട്ട് ആൾഡോ ഈസ് നമ്മൾ ആ വീട്ടിൽ നിന്ന് താഴെ ചെന്ന് വീണ്. ഓ ഗൈസ്, സീംസ് ലൈക്ക് ദർ ഇസ് എ ഫ്ലാഷ് ലൈറ്റ് നിയർ. ഗെയിം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. നമ്മൾ ബാക്ക് റൂംസിലെത്തി. ഈ സ്ഥലം നിങ്ങൾക്ക് അറിയാവോ? ഇത് ഒരു മോൺസ്റ്റർ സ്ഥലമാണ്. ഞാൻ ഇതിൻ്റെ ഈ ബാക്ക് റൂമിൽ ഇറങ്ങി അന്ന് ട്രെയിലറിലൊക്കെ കുറേ സ്ഥലം കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറേ സംഭവങ്ങളാണ്. നമ്മളുടെ കയ്യിലൊരു ഫ്ലാഷ് ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കാം. ഫ്ലാഷ് ലൈറ്റ് അപ്പോൾ കുറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ബാറ്ററിയൊക്കെ സേവ് ചെയ്ത് വെക്കാം. സോ ആരുടെ ബ്ലഡൊക്കെ അവിടെ കിടപ്പുണ്ട് ഗൈസ്. ഇത് ഒരു പക്ക മെയ്സ് ആണ് ഗൈസ്. ഈ ബാക്ക് റൂംസ് എന്ന് പറഞ്ഞ ഗെയിം ഒരു പക്ക മെയ്സ്. നമ്മളങ്ങനെ ഇവിടെ എവിടെയൊക്കെയോ എത്തി. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ എന്തോ ഉണ്ട് ഗൈസ്, ഡ്രോവർ. ഇവിടെ ഒന്നുമില്ല. പക്ഷെ ഇവിടെ എന്തോ ഉണ്ട് ഗൈസ്. ഇവിടെ എന്തോ ഉണ്ട്, ഇതെന്താണെന്ന് അറിയത്തില്ല. ഇവിടെ ബാറ്ററി ആണ് ഗൈസ്. ഇത് ബാറ്ററി, നമുക്ക് ഈ ടോർച്ചിടാണ് ബാറ്ററി. പിന്നെ ഇവിടെ എന്തോ ഉണ്ട്. ഇതെന്തുവാ? ഇതെടുക്കാം. ആൽമണ്ട് വാട്ടർ എന്ന് പറഞ്ഞ വാട്ടർ. അത് എനർജി ഉള്ളതായിരിക്കും, അറിയത്തില്ല. ഇവിടെ അടുത്തൊരു ബാറ്ററി ഉണ്ട് ഗൈസ്. ഇവിടെ അടുത്ത ഒരു ബാറ്ററി ഉണ്ട്. നമുക്ക് ഈ ടോർച്ചിൻ്റെ ലൈറ്റ് തീരും തോറും ഈ ബാറ്ററി ഇട്ട് അത് കൂട്ടാൻ തോന്നുന്നു. എന്നാലും ഇവിടെ സ്മോളിൽ എന്തോ ഒരു വെൻ്റ് ഉണ്ട്. നമുക്ക് ഈ ബാക്ക് റൂംസിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ചെയ്യണമെന്ന് എനിക്കൊരു പിടുത്തമില്ല ഗൈസ്. ഇവിടെ ഒരു വേ ഉണ്ട്. എൻ്റെ മോനെ ഗൈസ്, എന്തോ ഒരു കീന്നൊരു ശബ്ദം. ഇത് പല വഴിയാണ് ഗൈസ് ഇവിടെ ഉള്ളത്. ഈ സിഗ്നൽ വരുന്ന ഈ സംഭവത്തിൽ നിന്നാണ് ഈ കീന്ന് ശബ്ദം കേട്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇത് നോക്കാം. ഇവിടെ നിന്ന് വീണ്ടും ഒരു ആൽമണ്ട് വാട്ടർ കിട്ടി. നമുക്കത് കുടിക്കാം. നമുക്ക് ഈ സ്റ്റോറേജ് സ്പേസ് കുറച്ച് കൂടുതലാണ്. ഇവിടെ തുറക്കാൻ പറ്റും. ഇവിടെ വേറൊരു ആൽമണ്ട് വാട്ടർ ഉണ്ട്. ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ ഒന്നുമില്ല. ഇതെന്തോ കറുത്ത സാധനം എന്ത്? ഇത് നമ്മളെ കൊല്ലണം. ഓടിക്കോ മോനെ. അതെന്തോ ഒരു കറുത്ത സാധനം ഗൈസ്. കുടുങ്ങി. അയ്യോ, തീർന്നു ഗൈസ്. നമ്മൾ കുടുങ്ങി. എത്രയും വേണ്ട. ഇവിടെ ഒരു പോലീസ് ജീപ്പൊക്കെ മോളിൽ കൂടെ തൂങ്ങി കിടപ്പുണ്ട്. അപ്പം അതൊന്നും നോക്കാൻ സമയമില്ല. നമ്മളെല്ലാ ആൽമണ്ട് വാട്ടറും കുടിച്ചു. അയ്യോ, ഇനി ഹെൽത്തിന് ഒന്നുമില്ല ഗൈസ്. നമ്മളെങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഓടിക്കയറണം. അയ്യോ, കുടുങ്ങി. അത് കൊന്നു. അപ്പൊ അതിൽ നമ്മൾ എങ്ങനെ എസ്കേപ്പ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മളെ കൊന്നു ഗൈസ്. ബാക്ക് റൂംസ് തൗസൻഡ്സ് ഓഫ് ഹോം ഗൈസ്. നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഒരു പ്രാവശ്യം ചത്തു. നമ്മൾ ഏതോ ഒരു എലവേറ്ററിലാണ് ഗൈസ് വന്നിറങ്ങിയേക്കണേ ഇത്തവണ. ഇത് ഏത് എലവേറ്ററാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഏതോ ഒരു എലവേറ്ററിലാണ് നമ്മൾ വന്നിറങ്ങിയത്. തിരിച്ചു കയറാൻ പറ്റും ഗൈസ്. അതിൽ തിരിച്ചു കയറാൻ പറ്റില്ല, അതാണ് ഒരു കുഴപ്പം. അല്ലെങ്കിൽ ആ കറുത്ത സാധനം പിടിക്കാനും തിരിച്ചു കയറായിരുന്നു ഗൈസ്. നമ്മുടെ കയ്യിൽ നേരത്തെ കിട്ടിയ ഒരു സാധനം പോലും ഇപ്പോൾ ഇല്ല ഗൈസ്. നമുക്ക് നോക്കാം. ആദ്യമേ ബാറ്ററി കിട്ടി. ബാറ്ററി നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഗൈസ്, അല്ലെങ്കിൽ ഇവരിങ്ങനെ ബാറ്ററി തരത്തില്ല. ഇവിടെ ഒന്നുമില്ല. ഇവിടെ എന്തോ പർപ്പിൾ സ്ഥലം. ഫ്ലൂറസെൻ്റ് വാട്ടറാ. കുടിച്ചു നോക്കി ഗൈസ്. ഓ, കുടിച്ചു. നമ്മളെന്താ ഈ ക്യാരക്ടറിന് നടക്കാൻ വയ്യെന്ന് തോന്നുന്നു. ഇങ്ങനെ കുടുങ്ങിയാണ് ഗൈസ് പോണ ഈ ക്യാരക്ടർ. ഇവിടെ ഭയങ്കര ഇരുട്ടാണ്. നമുക്കിവിടെ ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്യേണ്ടി വരും ഗൈസ്. എൻ്റെ മോനെ, ഇതൊരു പക്ക ഒരു വലിയൊരു മെയ്സാണ് ഗൈസ്. ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യണം.
ഭയങ്കര പാടായിരിക്കും ഗൈസ്. ഗൈസ് ലോൽ, നമ്മളിത് വേറെ എവിടെയാണ് ഗൈസ് എത്തിയത്. ഇത് ഏത് സ്ഥലമാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഈ സ്ഥലം മനസ്സിലായി, ഇത് മറ്റേ എലവേറ്റർ ഗൈസ്. നമ്മൾ നേരത്തെ ഈ എലവേറ്ററിൽ നിന്നാണ് ഗൈസ് ഇറങ്ങിയത്. നമ്മൾ ആ എലവേറ്ററിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു ഗൈസ്. ഇതിവിടെ പിന്നെ വേറെ ഒന്നും ഇവിടെ കാണാനില്ല. ഇവിടെ പിന്നെ ഗൈസ് ഈ വോളിൻ്റെ ബാക്കിലൊക്കെ എന്തോ ഉണ്ട് ഗൈസ്. നമ്മൾ ഏതോ ഒരു പുതിയ സ്ഥലത്തെത്തി. നേരെ ഒരു സ്ട്രെയിറ്റ് വേ ഉണ്ട്, നമുക്ക് ഓടാം ഗൈസ് അങ്ങോട്ട്. ഇതൊരു പുതിയ വേ ആണ് ഗൈസ്. നമ്മൾ നേരത്തെ പോയപ്പോൾ ഈ വേ കണ്ടിട്ടില്ലായിരുന്നു. തുടങ്ങി വെച്ചത്തില്ല പിന്നെ കാണാൻ ഗൈസ്. ഇവിടെ വേറെ ഏതോ സ്ഥലമുണ്ട്. ഇവിടെ ഇരുട്ടാണ്. ഇവിടെ അടുത്തൊരു വേ ഉണ്ട് ഗൈസ് ഇങ്ങോട്ട്. ഈ മേസ് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും ഗൈസ്. ആ സംഭവം എപ്പോൾ പിടിക്കാൻ വരുമെന്ന് പറയാൻ പറ്റില്ല ഗൈസ്. നമ്മളിവിടെ വേറെ എവിടെ എത്തി. എൻ്റെ മോനെ, ഇത് കുറേ പോകണമെന്നാണ് ഗൈസ് തോന്നുന്നത് ഈ മേസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ. അപ്പോൾ കാണുന്ന ലൈക്ക് അടിച്ചില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നിട്ട് പുതിയ ഗെയിമൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമുക്കൊരു ഇന്ത്യൻ ഹൊറർ ഗെയിം പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും നമ്മൾ കളിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. പക്ഷെ ഇവിടെ ഇതേപോലെ കുറേ വഴികൾ, കുറേ എന്ന് വെച്ചാൽ നിറച്ച് വഴികളുണ്ട്. എൻ്റെ മോനെ, ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഗൈസ് കളിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എവിടോട്ട് പോകണമെന്നും ഒരു പിടുത്തവും ഇല്ല. ഇവിടെ രണ്ടിടത്ത് ഇരുട്ടാണ് ഗൈസ്. ഓ ലോൽ ഗൈസ്, ഇതിവിടെയാണ് എത്തിയെന്ന് ഒരു പിടുത്തവും ഇല്ല ഗൈസ്. നമ്മൾ കറങ്ങി തിരിഞ്ഞ് അതേ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. ലോൽ ഗൈസ്, നമ്മൾ തിരിച്ചിവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് പോയി നോക്കാം. നമ്മളെല്ലാ വഴിയും ടെസ്റ്റ് ചെയ്ത് നോക്കണം ഗൈസ്. നമ്മുടെ ഫ്ലാഷ് ലൈറ്റിന് അത്ര ലൈറ്റ് ഇല്ല, ബാറ്ററി നമ്മളെ കയ്യിലില്ല ഗൈസ്. അതാണ് ഗൈസ് കുഴപ്പം. ഓക്കെ ഗൈസ്, ഇവിടോട്ട് രണ്ട് വഴിയുണ്ട്. ഈ വഴിയിൽ നമ്മൾ പോയി നോക്കി. ഇവിടെ എന്തോ ഒരു വഴിയുണ്ട്. ഇവിടെ ഒരു മോളിൽ എന്തോ ഒരു സാധനമുണ്ട്. ഇവിടെ എന്തോ ലാഡർ അങ്ങനെ സംതിങ് വെച്ചാൽ ഇതുവഴി നമുക്ക് പോകാമായിരിക്കാം. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞു ഈ ഒരു ഗെയിമിൽ 3 എസ്കേപ്പുകളുണ്ട്. ഒന്ന് എലവേറ്റർ, ഒന്ന് ലാഡർ, പിന്നെ എന്തോ ഒരു ഈ ഏതോ ഒരു സ്മൈലിങ് ഫേസുള്ള ഏതോ ഒരു സ്ഥലത്ത് ഒരു എസ്കേപ്പ് എന്ന് പറഞ്ഞു. പക്ഷെ അവിടെയാണ് മറ്റേ സാധനം ഉള്ളതെന്നും പറഞ്ഞു ഗൈസ്. അത് കുറേ ആൽമണ്ട് ബാറ്ററി കിട്ടി ഗൈസ്. ബാറ്ററി ഒന്നും തരുന്നില്ല. ഗൈസ് ബാറ്ററി ഒന്നും ഇല്ല. 3 ആൽമണ്ട് വാട്ടർ ഉണ്ട്. നമുക്ക് ലൈറ്റ് അത്രയ്ക്ക് യൂസ് ചെയ്യണ്ട, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ആവശ്യം വരും. അപ്പം നമുക്ക് ഫസ്റ്റ് ഒരു ലാഡർ നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം ഗൈസ്. ലാഡർ കണ്ടുപിടിക്കുക. ഈ സ്ഥലം ഓർത്ത് വെച്ചേക്കാം. നമ്മളങ്ങനെ വേറെ എവിടെ എത്തി. ഓ ലോൽ ഗൈസ്, ഗൈസ് അവിടെ എന്തോ ഒരു പച്ച കളർ സംഭവം, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരു സ്മൈലിംഗ് ഫേസ് ഉള്ള സ്ഥലം ഇവിടെ നിന്നാണ് ഒരു എസ്കേപ്പിംഗ് ഇത് പറഞ്ഞത്. നമുക്ക് എന്തായാലും ഇവിടോട്ട് ചെന്ന് നോക്കാം. ഒരു സാധനം ഇവിടെ ഉണ്ട്. ഓ ലോൽ ഗൈസ്, എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ പോലെ അല്ലേ ഗൈസ്, ആ സാധനം ഇവിടെ ഉണ്ട്. പെട്ടു ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും എങ്ങോട്ടെങ്കിലും ഒക്കെ ഓടി രക്ഷപ്പെടണം. അയ്യോ കുടുങ്ങി ഗൈസ്. ആ സാധനം ഇപ്പോൾ കൊല്ലും. ഓടിക്കോ. നമുക്ക് ഹെൽത്ത് ഭയങ്കര കുറവാണ് ഗൈസ്. ഫ്ലാഷ് ലൈറ്റ് ഇപ്പോൾ തീരും ഗൈസ്. ഫ്ലാഷ് ലൈറ്റ് തീർന്നു ഗൈസ്. നമുക്ക് തിരിച്ചോടാം. ഓടിക്കൂ ഗൈസ്, തിരിച്ചോടാം. ആ സംഭവം പിറകിലുണ്ട് ഗൈസ്. നമുക്ക് സ്പീഡില്ല ഓടാൻ. ചത്ത് ഗൈസ്, നമ്മൾ ചത്ത്. ഓ ഗൈസ്, നമ്മൾ എസ്കേപ്പിൻ്റെ 2 ഇത് കണ്ടുപിടിച്ചു. ടൈം ഈസ് ദ ഓൺലി എക്സിറ്റ്. മനസ്സിലായി. ഓ ലോൽ ഗൈസ്, നമ്മൾ അടുത്ത് വരെ എത്തിയിട്ട് പോയി ഗൈസ്. കുഴപ്പമില്ല ഗൈസ്, നമ്മൾ ഇനിയും ട്രൈ ചെയ്ത് നോക്കും. നമുക്കപ്പോൾ ഒന്നുകൂടെ തുടങ്ങി നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും നമ്മുടെ ഇതിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മൾ എലവേറ്റർ തുറന്ന് നമ്മൾ വന്നിരിക്കുന്നു. നമുക്ക് എലവേറ്ററിൽ തന്നിരുന്നാലോ, എന്തായാലും എസ്കേപ്പ് ചെയ്യണം ഗൈസ്. നമുക്ക് ഇനി എലവേറ്ററിലോട്ട് കയറാൻ പറ്റത്തില്ല ഗൈസ്. പക്ഷെ ആ സാധനം ഇവിടെ എവിടെ വേണോ കാണാം ഗൈസ്.
ഒരു എലവേറ്റർ എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആകെ ഈ ഒരു എലവേറ്റർ ഉള്ളൂ ഗൈസ്. അപ്പം എനിക്ക് തോന്നുന്നു വേറെ ഏതെങ്കിലും എലവേറ്റർ ഇവിടെ കാണാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് എന്തോ ഒരു നമുക്ക് ബാറ്ററി കിട്ടി ഗൈസ്. നമുക്ക് ആദ്യമേ ഇപ്പോൾ ബാറ്ററി കിട്ടി, പിന്നെ കിട്ടി വൈസ് ബാറ്ററി. ഓ ലോൽ ഗൈസ്, ബാറ്ററി ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഇതിലൊന്നുമില്ല. യെസ് ഗൈസ്, നമുക്ക് ആൽമണ്ട് വാട്ടറും കിട്ടി. നമ്മളിങ്ങനെ ഡ്രോവേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യണം, പക്ഷേ ആ സംഭവം അടുത്ത് വന്നാൽ നമ്മൾ പറപ്പിച്ചു കൊള്ളണം ഗൈസ്. ഇവിടെ ഫുൾ കുറേ ഡ്രോവേഴ്സിൻ്റെ സംഭവങ്ങളുണ്ട്. ഇവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്, ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ നിന്ന് അടുത്തൊരു ബാറ്ററി കിട്ടി. ഇവിടെ നിന്നും നമ്മളൊരു നടക്കാൻ വയ്യാത്ത ആളാണ് ഗൈസ്, മനസ്സിലായില്ലേ? നമ്മൾ നടക്കുന്നുണ്ട് ഒരു വ്യത്യസ്ത രീതിയാണ്. നമ്മളൊരു ഫാറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഗൈസ്. 4 ബാറ്ററി ഉണ്ട് ഗൈസ്, വേറൊന്നുമില്ല. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഇങ്ങോട്ട് വന്ന് നോക്കാം. ഇവിടോട്ടൊരു വഴിയുണ്ട്. എൻ്റെ മോനെ, നമ്മളിവിടെ ഇതൊരു പുതിയ വഴിയാണ് ഗൈസ്. ഇതൊരു പുതിയ വഴിയാണ്. ഇവിടെ എന്തോ സംഭവമുണ്ട്. എൻ്റെ മോനെ, ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് ഗൈസ്. ഇവിടെ നമ്മൾ മുന്നേ വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. യെസ്, ഇവിടെ നമ്മൾ മുന്നേ വന്നിട്ടില്ല. ഇതേതോ സ്ഥലമാണ് ഗൈസ്. നമുക്ക് ഈ ഡ്രോവർ തുറന്ന് നോക്കാം. ഗൈസ്, ഇതെന്തോ പുകയാണ് ഗൈസ്. എവിടെ നിന്നോ എന്തോ പുക വരുന്നത്. ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അറിയില്ല. എൻ്റെ മോനെ, പക്ഷെ എനിക്ക് തോന്നുന്നു ആ ജീവി ഇങ്ങോട്ട് വരത്തില്ല. നമ്മളിവിടെ സേഫ് ആണെന്ന് തോന്നുന്നു ഗൈസ്, എനിക്കറിയത്തില്ല. ബാക്ക് റൂംസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഗെയിംസ് ആണ് ഗൈസ്. അപ്പം നിങ്ങളും ഈ ഗെയിം ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. ഓക്കെ, നമ്മളിങ്ങനെ പോയി. ഇവിടെ എന്തോ ഈ സ്ഥലത്ത് എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ കൂടെ പോയി നോക്കാം. ഓക്കെ ഗൈസ്, ഇവിടോട്ടൊരു വഴിയുണ്ട്. ഇവിടോട്ട് വഴിയില്ല, അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് തന്നെ പോയി നോക്കാം. ഇവിടെ ഇതും ഒരു പുതിയ സ്ഥലമാണ് ഗൈസ്. നേരത്തെ നമ്മൾ ഇവിടെ ഒന്നും വന്നിട്ടില്ലായിരുന്നു. ഇതും ഒരു പുതിയ സ്ഥലമാണ്. നമ്മൾ ഇവിടോട്ട് വന്നു ഗൈസ്. ഇതേത് സ്ഥലമാണെന്നൊരു പിടുത്തമില്ല. ഓക്കെ ഗൈസ്, നമ്മുടെ ഇതേതോ സ്ഥലമാണ് ഗൈസ്. ഒരു എലവേറ്റർ. ഓ ഗൈസ്, നമ്മൾ വേറൊരു എലവേറ്ററിൽ കയറി. നമ്മൾ ജയിച്ചാ? ഓ ഗൈസ്, ഫൈനലി നമ്മൾ ജയിച്ചെന്നാണ് തോന്നുന്നത് ഗൈസ്. ഗൈസ്, അന്ന് കുറേ കഷ്ടപ്പെട്ടു ഗൈസ് ജയിക്കാൻ. ഇപ്പോൾ ഇനി എന്തോ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് ബാക്കി പാർട്സ് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാമെന്നായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. ദ പൂൾ റൂംസ്. നമ്മൾ പുതിയ ഏതോ സ്ഥലത്തെത്തി ഗൈസ്. ഈ സ്ഥലത്തിൻ്റെ പേര് ദി പൂൾ റൂംസ് എന്നാണ് ഗൈസ്. പൂൾ റൂംസ്. ഓ സീന് ഗൈസ്, പൂൾ റൂംസ് കിടിലം തന്നെ ഗൈസ്. നമ്മളങ്ങനെ എവിടെയോ ഗൈസ്, ഇതാണ് ഗൈസ് പൂൾ റൂംസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ ഇഷ്ടമില്ല. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കിടിലം പുതിയ വീഡിയോ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പം നമ്മൾ 200 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്താണ്.